ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മീനില്ലാത്ത ഒരു അടിപൊളി മീൻകറി തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ചട്ടി തീ കത്തിച്ചിട്ടില്ല, നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞതും, ഒരു സവാള അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 2 പച്ചമുളകും, പിന്നെ 1 ടീസ്പൂൺ എരിയുള്ള മുളകും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളവും 1 കഷ്ണം പുളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിക്ക് പുളിയുള്ളതായതുകൊണ്ട് പുളിയൊക്കെ നമ്മൾ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ് കൂടി ഇത് വേവിച്ചെടുക്കാം. കറി കണ്ടാൽ തന്നെ അറിയാമല്ലോ, വളരെ ടേസ്റ്റിയായ നല്ല അടിപൊളി കറിയാണ്. നമുക്ക് ചോറിനൊപ്പം വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഈ കറി കൂട്ടി നമുക്ക് ചോറുണ്ണാവുന്നതാണ്. കറിയെല്ലാം 2ാം പാലിൽ കിടന്നൊന്നുകൂടി ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം കറി അധികം തിളപ്പിക്കരുത്, ഒന്ന് ചൂടായാൽ മതി. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് ഒന്ന് ചൂടായി വരും. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമുക്ക് മീനൊന്നും കിട്ടണമെന്നില്ല, എന്നാൽ മീൻ കറിയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നും ഒരേപോലുള്ള കറികളാകാതെ ഇങ്ങനെ വെറൈറ്റി ആയ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് താളിച്ച് ചേർക്കാം. കടുക് നമ്മൾ ചേർക്കാറില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും മാത്രം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് അതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. അപ്പോഴേ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി കറിയാണ്, ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ നല്ല നല്ല കമൻസുകൾ പറയണം, എങ്കിലേ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ നമുക്കൊരു പ്രേരണയാകത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.